പ്രിയപ്പെട്ട NDA നേതാക്കന്മാരെ, പ്രവർത്തകരെ, നാട്ടുകാരെ, നമസ്കാരം. ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് ഇത്തരമൊരു മാർച്ച് DY ഓഫീസിന് നേരെ നടത്തേണ്ടി വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി നമ്മൾ നൽകിയ പരാതിയുടെ അന്വേഷണം വേണ്ടത്ര പുരോഗമിക്കാത്തതിലും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഏപ്രിൽ 26-ാം തീയതി രാവിലെയാണ് കൈവേലിയിലെ ഭാസ്കരൻ എന്ന് പറയുന്ന ആളെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങളിലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ഈ ഭാസ്കരൻ ഒരു BJP പ്രവർത്തകനാണ് എന്നുള്ള നിലയ്ക്ക് സന്ദേശം നൽകുകയും അതോടൊപ്പം തന്നെ ഇയാളോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നത നേതാക്കളായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി M. മോഹനൻ മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി അംഗം M. രാമദാസ് മല്ലേരി എന്നിവർ UDF-ന് വേണ്ടി വോട്ട് മറിച്ചു കൊടുക്കണമെന്നുള്ള ഒരു പ്രസ്താവനയാണ് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചത്. അന്ന് തന്നെ മേപ്പയ്യൂരിലും വടകരയിലും പരാതി കൊടുത്തെങ്കിലും അതിന്റെ അന്വേഷണം വളരെ വേഗത്തിൽ നടക്കാതെ കൊച്ചിന്റെ വേഗത്തിലാണ് നടക്കുന്നത് എന്ന് കാണുകയും ഞങ്ങൾ SP-യെ കണ്ടെങ്കിലും ഇത്രയും ദിവസമായിട്ടും അതിന്റെ അന്വേഷണം പൂർത്തിയാവുകയോ ഭാസ്കരനെയോ അതിന്റെ വീഡിയോയിൽ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയോ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വേനൽക്കാലത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരമൊരു പ്രകടനം നമുക്ക് നടത്തേണ്ടി വന്നിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രകടനം ഭാരതീയ ജനതാ പാർട്ടിയോ ദേശീയ ജനാധിപത്യ സഖ്യമോ ഞങ്ങളുടെ ഈ ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്കില്ല. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഞങ്ങളുടെ പ്രക്ഷോഭവും സമരവുമൊക്കെ തുടർന്നും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് അവர்களാണ്. MD രമേശിനെ ഞാൻ ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ അധ്യക്ഷൻ VK സജീവൻ, പാർട്ടിയുടെ ദേശീയ സമിതി അംഗം KP ശ്രീശൻ മാസ്റ്റർ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളായ സത്യപ്രകാശ്,
രാമദാസ് മണലേരി, ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ, BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനീഷ്, NKCയുടെ സന്തോഷ് കാളിയത്ത്, മഹിളാ മോർച്ചയുടെ നേതാക്കൾ സംഗീത വിജയലക്ഷ്മി ടീച്ചർ തുടങ്ങിയ എല്ലാ നേതാക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ PP മുരളി മാസ്റ്റർ, ജുബിൻ ബാലകൃഷ്ണൻ, KK രതീഷ് തുടങ്ങിയ എല്ലാ നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷപദം അലങ്കരിക്കാൻ DK സജീവൻ അവരെ ക്ഷണിക്കുന്നു. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് അവർ, പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ശ്രീ KP ശ്രീശൻ മാസ്റ്റർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ M മോഹനൻ മാസ്റ്റർ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രാംദാസ് മണലേരി, പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷ ശ്രീ KP വിജയലക്ഷ്മി ടീച്ചർ, കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി CP സംഗീത, ജില്ലാ ഭാരവാഹികളായ ശ്രീ പ്രസോദ് കോട്ടൂളി, ശ്രീ T റിനീഷ്, യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ജുബിൻ ബാലകൃഷ്ണൻ, OBC മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശശിധരൻ നാരങ്ങയിൽ, ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ TK പ്രഭാകരൻ മാസ്റ്റർ, പാർട്ടിയുടെ വടകര മണ്ഡലം അധ്യക്ഷൻ PP വ്യാസൻ തുടങ്ങിയ, അതേപോലെ തന്നെ കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയത്ത്, BDJSന്റെ നേതാവ് ശ്രീ മനീഷ്, മറ്റ് സമന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ പ്രദേശത്ത് നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇത്തരമൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് പാർട്ടിയുടെ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു വ്യാജ വീഡിയോ വാട്സപ്പുകളിലൂടെ പ്രചരിച്ചത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ രാജ്യത്ത് മത്സരിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ കക്ഷി ഭരണകക്ഷിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത്തരം ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ BJP നേതാക്കന്മാർക്ക് മറ്റൊരു മുന്നണിക്ക് വോട്ട് മറിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയുള്ളതാണ്. കാരണം സമൂഹത്തെ വഴിതെറ്റിക്കാൻ, വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരെ വഴിതെറ്റിക്കാൻ ഉതകുന്ന തരത്തിലാണ് ആ വ്യാജ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അത് വളരെ ഗൗരവപൂർവ്വം എടുക്കുകയും ആ ദിവസം തന്നെ വൈകുന്നേരത്തിന് മുമ്പ് നമ്മുടെ രണ്ട് പ്രമുഖ നേതാക്കന്മാരും, ഒരാൾ മേപ്പയ്യൂരിലും മറ്റൊരാൾ വടകരയിലും, വളരെ ഗൗരവപൂർവ്വം അതിന് പരാതി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ സൈബർ വിങ്ങിലും അതിന്റെ പരാതി ഓടിപ്പിച്ചിരുന്നു. പക്ഷെ ഏതാണ്ട് ഇപ്പൊ 20 ദിവസം പിന്നിടുമ്പോഴും പോലീസ് നമ്മളോട് പറയുന്നത് അത് അന്വേഷിക്കുന്നുണ്ട്, ഭാസ്കരനെ നമ്മൾ വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ വടകരയിലെ പോലീസിന് ഇത്രയേ ബുദ്ധിയുള്ളൂ? സൈബർ വിങ്ങിന് കേസ് കൊടുത്താൽ വേണമെങ്കിൽ ഒരു 12 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 2-3 മണിക്കൂറിനുള്ളിൽ അതിന്റെ ഉറവിടത്തെ സംബന്ധിച്ച്, ആരാണിത് പ്രചരിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് കണ്ടുപിടിക്കാനുള്ള എല്ലാ മാർഗവും ഉണ്ടായിരിക്കെ
ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിലാണ് വടകരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 26-ാം തീയതി വൈകുന്നേരം തന്നെ ഭാസ്കരൻ എന്ന് പറയുന്ന ആളെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി സ്വന്തം കൈപ്പടയിൽ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സ്വമേധയാ രണ്ടാമതൊരു വീഡിയോ കൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി CPM-ന്റെ തിനൂർ ലോക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം രണ്ടുപേരും എന്റെ വീട്ടിൽ വന്ന് തമാശ പറഞ്ഞ് കള്ളു കുടിപ്പിച്ചു, എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ എടുത്തതാണ് ഈ വീഡിയോ എന്ന് അദ്ദേഹം പരാതിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് പോലീസ് അവരെ വിളിപ്പിച്ചോ? എന്താ ഇത് തമാശ കളിയാണോ? തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു വീഡിയോ ഇറക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ നിയമങ്ങളും അതിനെതിരല്ലേ? വ്യാജരേഖ ചമച്ച കേസുണ്ട്, അപകീർത്തി കേസുണ്ട്, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന് കേസെടുക്കാം. തെരഞ്ഞെടുപ്പ് ദിവസമിറക്കിയത് കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള കേസാക്കിയെടുക്കാം. അങ്ങനെ എന്തെല്ലാം വകുപ്പുകൾ രേഖപ്പെടുത്താനുണ്ട്. ഭാസ്കരനെ വിളിച്ചു വരുത്തിയോ? ഈ സുധിയെ വിളിച്ചു വരുത്തിയോ? ഇനി നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും അന്വേഷിച്ചോ? ഞങ്ങളിതാ തുറന്ന മനസ്സോട് പറയുന്നു, ഞങ്ങൾ മോഹനൻ മാഷിയും രാമദാസിന്റെയും മൊബൈൽ നിങ്ങൾ പരിശോധിച്ചോ? പക്ഷെ സത്യാവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ പറയിപ്പിക്കാതെ ഭാരതീയ ജനതാ പാർട്ടി പിന്നോട്ട് പോവില്ല. കാരണം ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആ വിശ്വാസതയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും CPM-ന്റെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, അതൊക്കെ കുറച്ചു ദിവസം അവർ പറയും, അതൊക്കെ അവർ ഇട്ടേച്ച് പോയിക്കോളും എന്നൊക്കെയുള്ള ധാരണ വടകരയിലെ പോലീസിനുണ്ടെങ്കിൽ ഇതാ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തുന്നത് വരെ ഞങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഇതിനെ നേരിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അങ്ങോട്ട് പ്രക്ഷോഭ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. വെറുതെ വിടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയാണ് BJP എന്ന് തോന്നി നിങ്ങൾക്ക്? ഇവിടെ ഇപ്പോ ഒരുപാട് സൈബർ ക്രൈമുകളെ കുറിച്ച് അന്വേഷിക്കല്ലേ? വടകര ഇപ്പൊ കുപ്രസിദ്ധി ആർജിച്ചിരിക്കുകയല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു തെരഞ്ഞെടുപ്പിലും പ്രയോഗിക്കാൻ പറ്റാത്ത അത്രയും നീചമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ വടകരയിൽ നടക്കുന്നത്? പത്രക്കാരുടെ ഭാഷ്യം കേട്ടാൽ മതേതരത്വത്തിന് കേളി കേട്ട സ്ഥലത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. പത്രക്കാർക്ക് അറിയില്ലെങ്കിലും നമുക്ക് ഈ വടകരക്കാർക്കറിയാം. അത്ര വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഇവിടുത്തെ ലീഗുകാർക്കും CPM-കാർക്കും. ഇവിടെ ഇടത്തോട്ട് മുണ്ടെടുത്തവനെയും വലത്തോട്ട് മുണ്ടെടുത്തവനെയും നോക്കി മർദ്ദിക്കുകയും കൊല ചെയ്യുകയും ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് ഇവിടുത്തെ CPM-നും മുസ്ലിം ലീഗിനുമുള്ളത്. അതേ പാരമ്പര്യം തന്നെയാണ് അവർ ഇന്നും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത്. ഇവിടെ ഗൾഫ് യുദ്ധത്തെ മതപരമായി ഉപയോഗിച്ച് വോട്ട് പിടിച്ചില്ലേ? ഇവിടെ പാലസ്തീൻ ഉപയോഗിച്ചില്ലേ? ഇവിടെ CAA ഉപയോഗിച്ചില്ലേ? ആപൽക്കരമായിട്ടുള്ള നീക്കമാണ് LDF-ഉം UDF-ഉം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതിന്റെ ഇടയിലാണ് ഇത്തരം സൈബർ ക്രൈമുകൾ, നിന്ദ്യമായിട്ടുള്ള സൈബർ ക്രൈമുകൾ, ഒരു പൊതുപ്രവർത്തന രംഗത്ത് പാടില്ലാത്ത വിധത്തിലുള്ള സൈബർ ക്രൈമുകൾ ഈ വടകരയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് വരേണ്ടത് പോലീസിന്റെ ധാർമ്മികമായിട്ടുള്ള ചുമതലയാണ്. പോലീസിന്റെ ധാർമ്മികമായിട്ടുള്ള ആ ചുമതല നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസും CPM-ഉം തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ആവശ്യം നിറവേറുന്നതുവരെ പ്രക്ഷോഭ രംഗത്ത് തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മനംപി രമേശ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ അധ്യക്ഷൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ VK സജീവൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലം നേരത്തെ പ്രസംഗിച്ച നേതാക്കന്മാരെല്ലാവരും വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. വടകരയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അതിന്റെ നേതാക്കന്മാർക്കുമെതിരായി
CPM-ന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഉറവിടം കണ്ടെത്തണമെന്ന ഏറ്റവും പരിമിതമായ ന്യായമായിട്ടുള്ള ആവശ്യമാണ് NDAക്ക് വടകരയിലെ പോലീസ് സംവിധാനത്തിന് മുമ്പാകെ സൂചിപ്പിക്കാനുള്ളത്. വടകരയിലെ പോലീസ് നിഷ്പക്ഷവും സത്യസന്ധവുമായി അന്വേഷിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാളെ മുതൽ വടകരയിൽ സത്യത്തിൽ നടന്നിട്ടുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധമായിരുന്നില്ല വടകരയിൽ ഉണ്ടായത്. വ്യാജ വാർത്തകളുടെ യുദ്ധമാണ് ഈ വടകരയിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ആ വ്യാജ വാർത്തകളെല്ലാം പരസ്പരം സമാഹരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് CPM-ന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകരാണ്. UDF-ഉം LDF-ഉം പരസ്പരം മത്സരിച്ചുകൊണ്ടാണ് എല്ലാ വാർത്തകളും ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വാർത്തകൾ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിനുണ്ടാക്കിയിട്ടുള്ള ഭിന്നിപ്പ്, ഭീതി, സംശയം ഇതെല്ലാം ഇന്ന് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. അങ്ങനെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട്, വ്യാജമായിട്ടുള്ള വീഡിയോകൾ സൃഷ്ടിച്ചുകൊണ്ട്, നാട്ടിൽ അസമാധാനം സൃഷ്ടിച്ചുകൊണ്ട്, ഭീതിയുണ്ടാക്കി, മതപരമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ശ്രമമാണ് UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തുണ്ടായത്. ആ ശ്രമം CPM-ഓ കോൺഗ്രസോ ലീഗോ നടത്തുന്ന ഞങ്ങളിതിലല്ലേ. അവർക്ക് അങ്ങനെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയാൽ മാത്രമേ ജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. നാട്ടിൽ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്താൽ, ജനങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ, ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായാൽ അതിലൊന്നും തന്നെ UDF-നും LDF-നും ജനങ്ങളുടെ പിന്തുണ സമാഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് വടകരയിൽ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ടായത്. വടകര പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇത്രയും വർഗീയമായ ചേരിതിരിവുണ്ടായിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന പാർട്ടികളും മുന്നണികളും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും അവരെല്ലാവരും പരസ്പരം മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന കാലഘട്ടം വടകരയുടെ ചരിത്രത്തിൽ ഇതിനും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എത്രയോ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചതോ അതിജീവിച്ചതുമല്ല വടകരയിലെ ആളുകൾ. ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ പോരാട്ടം വടകരയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ പ്രാവശ്യം വന്ന രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മതത്തെയും വർഗീയതയും കൂട്ടുപിടിക്കാൻ LDF-ഉം UDF-ഉം തയ്യാറായത്. ആരും മോശക്കാരല്ലല്ലോ. രണ്ടു കൂട്ടരും പരിശ്രമിച്ചത് മതപരമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി തങ്ങൾക്ക് അനുകൂലമാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ മലീമസമാക്കുന്ന സന്ദർഭത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടി നേതാക്കന്മാർക്കെതിരായി ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു വീഡിയോ പ്രചരിപ്പിച്ചാൽ, അത് പരാതിപ്പെട്ടാൽ ആ പരാതിക്ക് കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? വടകര പോലീസ് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ടോ? അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? എവിടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? ഈ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് അപകീർത്തികരമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുള്ള വ്യക്തിയെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തെ സഹായിച്ച ആളുകളെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ? പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള 2 നേതാക്കന്മാർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പരാതി ഉണ്ടല്ലോ. ആ പരാതി എന്തുകൊണ്ട് അന്വേഷിക്കാൻ തയ്യാറാകാത്തത്? സ്വാഭാവികമായിട്ടും ഒരു പരാതി കിട്ടിയാൽ പോലീസ് ചെയ്യേണ്ട പ്രാഥമികമായ നടപടിക്രമങ്ങളുണ്ടല്ലോ. ഒരു പരാതി കിട്ടിയാൽ പ്രാഥമിക അന്വേഷണം നടത്തി ഒരു FIR രജിസ്റ്റർ ചെയ്താൽ അതിൽ സംശയിക്കപ്പെടുന്ന ആളുകളെ നിങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഈ കേസിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയിലെ 2 പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ നിങ്ങൾക്ക് രേഖാമൂലം നൽകിയിട്ടുള്ള പരാതിയിൽ നിങ്ങൾ ആരെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്? വടകരയിലെ പോലീസിന് പറയാൻ സാധിക്കുമോ, ഞങ്ങൾ ഇന്ന ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അപ്പൊ ഒരു പരാതി കിട്ടി ഏതാണ്ട് ഒരു മാസമായല്ലോ. ഈ കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾ പരാതിയുടെ പുറത്ത് എന്ത് അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത് എന്ന് പറയാൻ തയ്യാറാകണം. രണ്ടാമത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തി അദ്ദേഹം BJPയുടെ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ ആ വ്യക്തി സ്വമേധയാ പോലീസ് സ്റ്റേഷൻ ഹാജരായി അദ്ദേഹം പരാതി നിങ്ങൾ കേസാക്കിയെടുക്കണ്ടേ? ആ പരാതിയിൽ പറയുന്ന വ്യക്തികളെ നിങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? മോഹന മാഷും രാമദാസ് ബള്ളേരിയും തന്ന പരാതിയിൽ ആളുടെ പേരില്ല. പക്ഷെ ഭാസ്കരൻ എന്ന പരാതിയിൽ നിങ്ങൾക്ക് ആളുടെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമല്ലോ. നിങ്ങൾ എന്നെ ആ വ്യക്തികളെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്തത്? അവരാണല്ലോ വീഡിയോ എടുത്തിട്ടുള്ളത്.
ഈ വീഡിയോ എടുത്തു എന്ന് പറയുന്ന വ്യക്തിയെ എന്തുകൊണ്ടാണ് പോലീസ് ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്തത്? അദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ വസ്തുതകൾ മനസ്സിലാകുമല്ലോ. ആര് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്? ഭാസ്കരൻ സ്വമേധയായിട്ട് കൊടുത്ത വീഡിയോ ആണോ? ഭാസ്കരന് പണം കൊടുത്തെടുത്ത വീഡിയോ ആണോ? ഭാസ്കരനെ ഭീഷണിപ്പെടുത്തിയെടുത്ത വീഡിയോ ആണോ? ഭാസ്കരനെ പ്രലോഭിപ്പിച്ചെടുത്ത വീഡിയോ ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ എടുത്തു എന്ന് പറയുന്ന ആളെ നിങ്ങൾ ചോദിച്ചാൽ പോരെ? ചോദ്യം ചെയ്താൽ പോരെ? നിങ്ങൾ എന്തേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്തത്? അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് ബിജെപിയുടെ 2 പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കുമെതിരായി അപകീർത്തികരമായിട്ടുള്ള വാർത്ത പ്രചരിപ്പിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ പുറത്ത് സാമാന്യമായൊരു നടപടി സ്വീകരിക്കാൻ പോലും വടകരയിലെ പോലീസ് തയ്യാറായില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അതിന്റെ നേതാക്കന്മാർക്കുമെതിരായി വ്യാജമായൊരു വീഡിയോ സൃഷ്ടിച്ചു എന്ന് ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിട്ട് ആ പരാതി അടിസ്ഥാനത്തിലും നിങ്ങൾ ഒരു അന്വേഷണം നടത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് CPM മാത്രമല്ല ഈ കേസിൽ പ്രതിക്കൂട്ടിലുള്ളത്. CPM പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഏർപ്പാടുള്ളത്. 1-ാം പ്രതി CPM ആണെങ്കിൽ ഈ കാര്യത്തിൽ 2-ാം പ്രതി പോലീസാണ്. പോലീസും CPM കൂടി ചേർന്നുകൊണ്ടുള്ള ഏർപ്പാടാണിത്. നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? നിങ്ങൾക്ക് എത്ര കാലം സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും? ഇവിടെ ഒരാൾ വീഡിയോ എടുത്തു എന്ന് ഈ പറയുന്ന ഭാസ്കരൻ ഒരാളെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വടകരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ ബഹുമാനപൂർവ്വം പറയുന്നു, നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അദ്ദേഹം ഏത് പാതാളത്ത് പോയി വിളിച്ചാലും അദ്ദേഹത്തെ പിടിച്ചോദ്യം ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഇടപെടാൻ വരരുത്. അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യും പോലെയൊന്നല്ല, തത്ത പറയുന്ന പോലെ പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടെന്ന് ഇതിനേക്കാൾ വലിയ വ്യാജ വാർത്തയും വീഡിയോയും കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് പോലീസിന്റെ സഹായം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ വ്യാജ വീഡിയോ സൃഷ്ടിച്ചതിന്റെ പുറകിൽ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒരു പോലീസിന്റെയും ഒരു നിയമത്തിന്റെയും സഹായവും സംവിധാനം ആവശ്യമില്ല. ഞങ്ങൾക്ക് അതറിയാത്തത് കൊണ്ടല്ല, അതറിയാത്തത് കൊണ്ടാണ് നിങ്ങളെ ആശ്രയിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഏത് CPM സംരക്ഷണം കൊടുത്താലും, CPMന്റെ ഏത് ഓഫീസർ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്താലും, ഇനി നാളെ നിങ്ങൾ പോലീസ് സംരക്ഷണം കൊടുത്താലും ഈ കേസിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ള CPMന്റെ നേതാവിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളൊരു മര്യാദ കാണിക്കുമ്പോൾ ഞങ്ങളുടെ തലയിൽ കയറി നിരങ്ങരുത്. സാധാരണ ഇത്തരം വാർത്തകൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാറില്ല. ഇങ്ങനെ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ ആ വാർത്ത പ്രചരിപ്പിച്ച വ്യക്തിയെ കൊണ്ട് 24 മണിക്കൂറുകളിൽ സത്യം പറയിക്കാൻ ഉള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. അത് പോലീസിന് നന്നായിട്ട് അറിയാമല്ലോ. ഞങ്ങൾ ആ വഴിയൊന്നും നോക്കാതെ മര്യാദക്ക് ജനാധിപത്യപരമായി നിയമപരമായി പോലീസിനെ ആശ്രയിക്കുമ്പോ ഞങ്ങളുടെ തലയിൽ കയറി നിരങ്ങി അത് ഞങ്ങളുടെ ദൗർബല്യമാണ് എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഇനി ഈ ആവശ്യവുമായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരില്ല. ഒരു പോലീസ് സ്റ്റേഷനിലേക്കും ഒരു DYSP ഓഫീസിലേക്കും ഒരു SP ഓഫീസിലേക്കും ഈ ആവശ്യവുമായി ഞങ്ങളിത് വരാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുത്താനുള്ള വഴി ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മര്യാദയാണെങ്കിൽ ഞങ്ങൾക്ക് വടകര പോലീസിനോട് കലഹമൊന്നുമില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല, ഒരു വൈരാഗ്യമില്ല. അതുകൊണ്ട് മര്യാദക്ക് ഈ കേസ് അന്വേഷിക്കണം. സത്യസന്ധമായിട്ട് അന്വേഷിച്ചോ. നിങ്ങൾ നേരത്തെ ജില്ലാധ്യക്ഷ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ നിങ്ങൾ അതും അന്വേഷിച്ചോ. ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതും അന്വേഷിച്ചോ. ആർക്കും പരാതിയില്ലല്ലോ, പക്ഷെ അന്വേഷിക്കണം. ഈ പരാതി ചവറ്റുകൊട്ടയിലേക്ക് എറിയാനുള്ള ഏർപ്പാടാണ് എങ്കിൽ അത് അനുവദിക്കുകയില്ല എന്ന് എല്ലാ ബഹുമാനത്തോടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. ഫേസ്ബുക്കിലൂടെ പരാമർശത്തിന്റെ പേരിൽ, വാട്സപ്പ് സന്ദേശത്തിന്റെ പേരിൽ, വ്യാജ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രചരണം നടത്തിയതിന്റെ പേരിൽ, ഇതിന്റെ എല്ലാം പേരിൽ നിങ്ങൾ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. എന്താ വടകര പോലീസിന് ഈ കേസിലൊന്നും തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്? നിങ്ങളൊരു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സമൂഹത്തിൽ ഭിന്നമുണ്ടാക്കിയ സന്ദേശം അയച്ചു എന്നൊരു കേസ് വടകര പോലീസ് എടുത്തിട്ടുണ്ടല്ലോ. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്താൽ 24 മണിക്കൂറിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ അറസ്റ്റ് ചെയ്യണ്ടേ? ഞങ്ങൾ നിങ്ങളെ നിയമം പഠിപ്പിക്കണം. നിങ്ങൾക്ക് നിയമം അറിയില്ലേ? നിങ്ങൾ എന്റെ 4-5 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ആളുകളെ മതപരമായി ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി വ്യാജ വാർത്തകൾ ഉണ്ടാക്കി എന്ന് നിങ്ങൾ ആരോപിക്കുന്നു. അതൊന്നും വ്യാജ വാർത്തകളൊന്നുമല്ല, ശരിയായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്.
വ്യാജ വാർത്ത എന്നൊന്നും അതിനെ പറയാൻ സാധിക്കില്ല. എല്ലാം ശരിയായിട്ടുള്ള വാർത്തയാണ്. മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ സമൂഹ മാധ്യമങ്ങളെ കോൺഗ്രസും ലീഗും CPM ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് വ്യാജ വാർത്തകളും യഥാർത്ഥമായ വാർത്തകളാണ്. പക്ഷെ അത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാർക്കെതിരായി നിങ്ങൾ ഒരു കേസ് കൊടുത്തിട്ടില്ലല്ലോ, നിങ്ങളവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അതിൽ ലീഗിന്റെയും CPM-ന്റെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കേസുകളൊക്കെ ഇങ്ങനെ പരിണത്ത് വെക്കുന്നത്? അതിൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ CPM-നും കോൺഗ്രസിനും പരാതിയില്ലായിരിക്കും. CPM കൊടുത്ത പരാതിയിലും അറസ്റ്റില്ല, ലീഗ് കൊടുത്ത പരാതിയിലും അറസ്റ്റില്ല. നിങ്ങളിത് പരസ്പരം സംസാരിച്ചു തീർക്കുമെന്ന് ഞങ്ങൾക്കറിയാം, പോലീസുകാർക്കും അറിയാം. ജൂൺ മാസം 4-ാം തീയതി കഴിഞ്ഞാൽ എല്ലാ കേസുകളും പിൻവലിക്കപ്പെടും. വട്ടമേശ സമ്മേളനം കൂടി ലീഗിന്റെയും CPM-ന്റെയും നേതാക്കന്മാർ ബിരിയാണി കഴിച്ച് ഈ കേസുകളെല്ലാം പിൻവലിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടുകെട്ടുകൾ തീർത്ത് നിങ്ങൾ കെട്ടിപ്പിടിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ആ കേസിന്റെ കൂട്ടത്തിലേക്ക് ഈ കേസിനെ നിങ്ങൾ പെടുത്തേണ്ട. ഈ കേസ് അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർപ്പെടുത്തുന്നു, നിങ്ങൾ അത് വലിയ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുണ്ടാകും. വടകര മേഖലയിൽ പൊതുവെ ഇപ്പൊ സമാധാനമുണ്ട്. ആ സമാധാനം ഇല്ലാതാക്കാൻ പോലീസ് കൂട്ടുനിൽക്കരുത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർക്കെതിരായി അപകീർത്തികരമായിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായി, വീഡിയോ ഉണ്ടായി. അത് പ്രചരിപ്പിച്ചിട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് ഞങ്ങളുടെ ബലഹീനതയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ നാട്ടിൽ ഒരു സമാധാന ഭംഗം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ അതിനുകൊണ്ട് ആ സാഹചര്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. അത് ദൗർബല്യമാണ് എന്ന് പോലീസുകാർ കരുതരുത്. അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാകണം. ഈ കേസിന്റെ പുറകിൽ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഭംഗി വാക്ക് പറയും പോലെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നൊന്നും പറയണ്ട. ഇനി ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് CPM-ന്റെ സംരക്ഷണമുള്ളത് കൊണ്ട് ഈ കേസിൽ വ്യാജ വീഡിയോ എടുത്തിട്ടുള്ള വ്യക്തിയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് മൊഴിയെടുക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. CPM-ന്റെ സംരക്ഷണയിലാണ് എങ്കിൽ, അതാണ് നിങ്ങളുടെ പ്രശ്നമുണ്ടെങ്കിൽ, അതാണ് നിങ്ങൾക്ക് സാധിക്കാത്തെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി. ആര് സംരക്ഷിച്ചാലും അദ്ദേഹത്തെ കിട്ടി ഈ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിക്കാം. നിങ്ങൾ ചോദ്യം ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് അതിന് സാധിക്കുമോ? അതിന് പോലീസിന് സാധിക്കുമോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും പറയണ്ട. ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നേതാക്കന്മാർക്കെതിരായി അപകീർത്തികരമായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയെയും മുന്നണിയെയും നേതാക്കന്മാരെയും സമൂഹത്തിൽ തേജോവധം ചെയ്ത ശക്തികൾക്കെതിരായി ഏത് പോരാട്ടത്തിനും ദേശീയ ജനാധിപത്യ സഖ്യം തയ്യാറാകും, ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. അതുകൊണ്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമുണ്ട്, നിയമപരമായിട്ടുള്ള പോരാട്ടമുണ്ട്. 2 പോരാട്ടവും ഞങ്ങൾ സംഘടിപ്പിക്കും. അതുകൊണ്ട് CPM-ഉം പോലീസും ഈ കാര്യത്തിൽ കാണിക്കുന്ന ഒത്തുകളി അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ CPM-ന്റെ ജില്ലാ നേതൃത്വം പറയട്ടെ, തങ്ങളുടെ അറിവോട് കൂടിയാണ്. അങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് നോക്കാം. CPM പറയട്ടെ, CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയല്ലാതെ ഒരു ലോക്കൽ കമ്മിറ്റി നേതാവ് ഇത്തരമൊരു വീഡിയോ എടുക്കുമോ? ഇത് പ്രചരിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടാകുമോ? പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരായി ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനുള്ള ധൈര്യം CPM-ന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർക്കുണ്ടാകുമോ? അപ്പൊ അത് വടകരയിലെ മാത്രമല്ല, കോഴിക്കോട്ടേക്ക് CPM-ന്റെ നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണ് അതൊക്കെ പുറത്തു വരണം. അതുകൊണ്ടാണ് ഇതിലെ ഗൂഢാലോചന. ഇതെവിടെ നിന്നാണ് ഈ ഗൂഢാലോചന പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ്? ആരാണ് ഇവർക്ക് സഹായം കൊടുത്തിട്ടുള്ളത്? ആരൊക്കെയാണ് ഇവരെ സഹായിച്ചത്? എന്താണ് ഇങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഈ വ്യക്തിയുടെ പശ്ചാത്തലമെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിന്റെ പേരിലാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്? ഇതെല്ലാം അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അത് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകണം. അതല്ല എങ്കിൽ ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കേസ് അന്വേഷിച്ചുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും തയ്യാറല്ല എങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഈ കാര്യം പറഞ്ഞുകൊണ്ട് വടകര DVSP ഓഫീസിലേക്ക് BJP-യോ ദേശീയ ജനാധിപത്യ സഖ്യമോ വരില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിലേക്ക് ഞങ്ങളെ എത്തിക്കരുത് എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ബഹുമാനപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ പോരാട്ടം നമ്മൾ മുമ്പോട്ട് പോകും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ BJP നേതാക്കന്മാർ, NDA നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും വിളിച്ചു പറയാനുള്ള ആളുകളല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ രാഷ്ട്രീയ പോരാട്ടം, നിയമപരമായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. അതിനെല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും സഹായമുണ്ടാകണം, സഹകരണമുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം.
മാർച്ചിനെ അഭിസംബോധന ചെയ്യാൻ പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ശ്രീ കെ പി ശ്രീശൻ മാസ്റ്ററെ ക്ഷണിക്കും. ഈ പരിപാടിയിലെ അധ്യക്ഷൻ ബിജെപിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജീവൻ, ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ടി രമേശ്, NDAയുടെ സമുന്നതരായിട്ടുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നേതാക്കന്മാരെ, ഈ ധർമ്മ സമരത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള NDAയുടെ പ്രവർത്തകന്മാരെ, നല്ലവരായ നാട്ടുകാരെ, NDAയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുവാൻ ഇടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് ഉദ്ഘാടകൻ ഇവിടെ വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മാസം 26-ാം തീയതി തെരഞ്ഞെടുപ്പ് ദിവസം ഉച്ചയ്ക്കാണ് ഈ വിവാദ വ്യാജ വീഡിയോ പുറത്തു വരുന്നത്. പുറത്തു വന്ന ഉടനെ തന്നെ ആ വീഡിയോയിൽ പരാമർശിക്കപ്പെടുന്ന പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തതാണ്. പരാതി കൊടുത്തിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടും പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു നീക്കവും ഉണ്ടായില്ല. ഈ വ്യാജ വീഡിയോ, അതിന്റെ പുറകിലുള്ള ഉറവിടം, അതിന്റെ പുറകിൽ നടന്നിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചന കണ്ടെത്താൻ ഉത്തരവാദികളായിട്ടുള്ള പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ, അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളേണ്ട പോലീസ് അന്നെന്ന പോലെ ഇന്നും നിഷ്ക്രിയമാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പാകെയുണ്ട്. ഇതിനെതിരായി പ്രതികളും പോലീസുകാരും ചേർന്ന്, പ്രതികളായ കമ്മ്യൂണിസ്റ്റുകാരും പോലീസുകാരും ചേർന്ന് നടത്തുന്ന ഉപരോധം, പ്രതിയെ പിടിക്കുന്നതിന്, അതുവഴി ഇതിന്റെ പുറകിൽ നടന്നിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് എതിരെ പോലീസുകാരും മാർക്സിസ്റ്റുകാരും പോലീസുകാരും ഭരണകക്ഷിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചന, ഉപരോധം, ആ ഉപരോധത്തിന് എതിരായിട്ടാണ് ഈ മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തില് കൊലപാതക രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കണ്ണൂരില് തലശ്ശേരിയിൽ നിന്ന് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം കുറിച്ചിട്ടുള്ളത്. ആയുധം ഉപയോഗിച്ച് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ട മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാജ വീഡിയോയും അശ്ലീല വീഡിയോയും ഉപയോഗിച്ച് നമ്മളെ തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നടപടികൾ, നിഷ്പക്ഷമായിട്ടുള്ള സത്യസന്ധമായ നടപടി സ്വീകരിക്കേണ്ട പോലീസുകാര് അതിന് ചൂട്ടുപിടിക്കുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ സമുന്നതരായിട്ടുള്ള 2 നേതാക്കന്മാർക്കെതിരെയാണ് വ്യാജ വീഡിയോയിലൂടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ, ഏതറ്റം വരെയും സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ തവണ ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജനായിരുന്നു. പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ സംസ്ഥാന നേതൃത്വത്തിന് എക്കാലവും തലവേദനയായിട്ടുള്ള ജയരാജനെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ നിർത്തി ഇല്ലാതാക്കിയതുപോലെ ഇത്തവണ ടീച്ചറെയാണ് കൊണ്ടുവന്ന് ഇല്ലാതാക്കാൻ വേണ്ടി LDF സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. പരാജയം ഉറപ്പാണെന്ന് ബോധ്യമായപ്പോ
ആ പരാജയത്തിന്റെ വികൃതമായ മുഖം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ വ്യാജ CD അണിയറയ്ക്ക് പുറകില് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ സമ്മതത്തോടു കൂടി തയ്യാറാക്കിയത് എന്ന് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം.